Good morning, students. Plus 2 സാമ്പത്തിക ശാസ്ത്ര ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. So we are discussing the third chapter of microeconomics, production and cost. ഉൽപാദനവും ചെലവും എന്ന സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിലെ മൂന്നാമത്തെ അധ്യായമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ we have discussed about production, cost of production, revenue and profit of a firm or a producer. ഒരു സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഉൽപാദകൻ്റെ ഉൽപാദനത്തെക്കുറിച്ചും ഉൽപാദന ചെലവിനെക്കുറിച്ചും വരുമാനത്തെക്കുറിച്ചും ലാഭത്തെക്കുറിച്ചും നമ്മൾ വിശദമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. നിങ്ങൾക്കറിയാം, പ്രൊഡക്ഷൻ മീൻസ് ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇൻപുട്സ് ഇൻടു ഔട്ട്പുട്ട്സ്. നിവേശങ്ങളെ ഉൽപ്പന്നമാക്കി മാറ്റുന്ന പ്രക്രിയയ്ക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? ഉൽപാദനം എന്ന് പറയുന്നത്. ദ പ്രൊഡക്ഷൻ ഈസ് ക്യാരീഡ് ഔട്ട് ബൈ പ്രൊഡ്യൂസർ ഓർ എ ഫേം. അതായത് ഉൽപാദനം എന്ന് പറയുന്ന പ്രക്രിയ ചെയ്യുന്നത് അല്ലെങ്കിൽ ഉൽപാദന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ഒന്നുകിൽ ഒരു ഉൽപാദകൻ അല്ലെങ്കിൽ ഒരു സ്ഥാപനം. പ്രൊഡക്ഷൻ ഈസ് ക്യാരിഡ് ഔട്ട് ബൈ എ പ്രൊഡ്യൂസർ ഓർ എ ഫേം. അപ്പോൾ ഈ പ്രൊഡക്ഷനെക്കുറിച്ച്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്തു. ആൻഡ് നൗ ഇൻ ദിസ് സെഷൻ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട്, ഐ ഹാവ് ഓൾറെഡി മെൻഷൻ ഇൻ ദ ലാസ്റ്റ് ക്ലാസ്, വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ പ്രൊഡക്ഷൻ ഫങ്ഷൻ. ഉൽപാദന ധർമ്മം എന്താണ് എന്നാണ് നമ്മൾ ഇന്ന് ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ പ്രൊഡക്ഷൻ ഫങ്ഷൻ, അതായത് ഉൽപാദന ധർമ്മം. So what do you mean by this production function? The production function explains or shows the relationship between the inputs used and the output produced by a firm or a producer. Production function is a production function of a firm is the relation between inputs used and the output produced by the firm. So this is known as production function. The production function of a firm is the relation between inputs used. ഒരു സ്ഥാപനം ഉൽപാദനത്തിന് ഉപയോഗിക്കുന്ന നിവേശങ്ങളും and the output produced by the firm, ആ സ്ഥാപനം ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നവും തമ്മിലുള്ള ബന്ധമാണ് യഥാർത്ഥത്തിൽ പ്രൊഡക്ഷൻ ഫങ്ഷൻ. ഒരിക്കലൂടെ ഞാൻ പറയുന്നു, ഒരു സ്ഥാപനം ഉൽപാദനത്തിന് ഉപയോഗിക്കുന്ന നിവേശങ്ങളും ആ സ്ഥാപനം ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നവും തമ്മിലുള്ള ബന്ധം. യു ക്യാൻ സീ ദർ ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഇൻപുട്സ് യൂസ്ഡ് ബൈ ദ ഫേം ആൻഡ് ദ ഔട്ട്പുട്ട്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഫേം. നിവേശങ്ങളും ഉൽപ്പന്നവും, ഒരു സ്ഥാപനം ഉൽപാദനത്തിന് ഉപയോഗിക്കുന്ന നിവേശങ്ങളും ഉൽപ്പന്നവും തമ്മിലുള്ള ബന്ധത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഉൽപാദന ധർമ്മം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഒരു സ്ഥാപനം നിശ്ചിത അളവിൽ നിവേശങ്ങൾ ഉപയോഗിക്കുന്നു. ആ നിശ്ചിത അളവിൽ ഉപയോഗിക്കുന്ന നിവേശങ്ങൾ ഉപയോഗിച്ച് പരമാവധി അളവിൽ ഉൽപ്പന്നം നിർമ്മിക്കുന്നു. ഇവിടെ മനസ്സിലാക്കേണ്ടത്, പ്രൊഡക്ഷൻ ഫങ്ഷനിൽ ഏറ്റവും പ്രധാനമായിട്ടും അല്ലെങ്കിൽ ഉൽപാദന ധർമ്മത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, the producer is
എഫിഷ്യൻ്റ്ലി യൂസിങ് ദ ഇൻപുട്സ്. അതായത് ഇൻപുട്സിനെ അഥവാ നിവേശങ്ങളെ വളരെ കാര്യക്ഷമമായിട്ട് ഉൽപാദന പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. ദർ ഇസ് നോ വേസ്റ്റേജ് ഓഫ് ഇൻപുട്സ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ദ പ്രൊഡ്യൂസർ ഈസ് പ്രൊഡ്യൂസിങ് ദ മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്. പരമാവധി ഉൽപ്പന്നം നിർമ്മിക്കുകയും ചെയ്യുന്നു. ആ നിവേശങ്ങൾ ഉപയോഗിച്ചിട്ട് ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്ന പരമാവധി അളവിൽ ഉൽപ്പന്നം നിർമ്മിക്കുന്നു. അതാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ എഫിഷ്യൻ്റ് യൂസ് ഓഫ് ഇൻപുട്സ് ആൻഡ് മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഉദാഹരണത്തിലൂടെ ഇത് ഒന്ന് വ്യക്തമാക്കാം. സപ്പോസ് എ ഫാമർ യൂസസ് ഓൺലി 2 inputs. നമ്മൾ അസ്യൂം ചെയ്യുന്നു ദ ഫാമർ ഈസ് യൂസിങ് ഓൺലി 2 inputs, ലാൻഡ് ആൻഡ് ലേബർ, ടു പ്രൊഡ്യൂസ് വീറ്റ്. വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ, ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുവാൻ ഒരു കൃഷിക്കാരൻ 2 നിവേശങ്ങൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. വൺ ഈസ് ലാൻഡ് ആൻഡ് ലേബർ. ഓക്കെ, യു സി ഈ ലാൻഡിന് നമ്മൾ കെ എന്ന് ഡിനോട്ട് ചെയ്യാം, ആൻഡ് ലേബറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എൽ, ആൻഡ് ദ വീറ്റ് ഈസ് ക്യൂ. സോ യൂസിങ് എ given amount of land and a given amount of labor, the farmer is producing maximum quantity of wheat. ഇത് നമുക്കൊരു ഇക്വേഷൻ രൂപത്തിൽ എഴുതാം. ഓക്കെ, ദാറ്റ് മീൻസ് Q is equal to K into L. It shows that maximum amount of wheat is produced with the help of a given amount of land and a given amount of labor. നമുക്ക് ഇവിടെ ഒരു സംഖ്യകൾ കൊടുക്കാം. ദാറ്റ് മീൻസ് 2 ടൺ ഓഫ് വീറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, the farmer is producing 2 tons of wheat. 2 tons of wheat, and he is using 2 hectares of land and 2 hours of labor per day. അതായത് 2 ടൺ ഓഫ് വീറ്റ് the farmer is producing with the help of 2 hectares of land and 2 hours of labor. അതാണ് നമ്മളിവിടെ ഇക്വേഷൻ രൂപത്തിൽ എഴുതിയത്. Q is the amount of maximum amount of wheat produced with K here means 2 hectares of land, and here L means 2 hours of labor per day. See, നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഇൻക്രീസ് ചെയ്യാന്ന് വിചാരിക്കുക. സപ്പോസ് വി ആർ ഇൻക്രീസിങ് the amount of land. ഒരു 3 hectares of land ആയിട്ട് ഇത് കൂട്ടി എന്ന് വിചാരിക്കുക. സപ്പോസ് ഭൂമിയുടെ അളവ് നമ്മൾ കൂട്ടി. We are using, or the farmer is using 3 hectares of land now. 1 hectare കൂടുതൽ ഉപയോഗിച്ചു. Now what will happen? ലേബറിൽ മാറ്റമൊന്നുമില്ല. ഇപ്പോഴും 2 മണിക്കൂർ തന്നെയാണ് കർഷകൻ ജോലി ചെയ്യുന്നത്. കർഷകൻ്റെ അധ്വാനം 2 മണിക്കൂർ തന്നെയാണ്. എന്ത് സംഭവിക്കും? വാട്ട് അബൌട്ട് ദ ക്യൂ? നാച്ചുറലി വി നോ ദാറ്റ് ദ ക്യൂ വിൽ ഇൻക്രീസ്. ക്യൂ വർദ്ധിക്കും. ബിക്കോസ്
the amount of land used is increased. അപ്പോൾ ഇവിടെ ഒരു റിലേഷനാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. എപ്പോഴാണ് ക്യൂ കൂടിയത്? ഒരു ഇൻപുട്ടിൻ്റെ അളവ് കൂട്ടിയപ്പോൾ. ഇനി ലേബർ കൂട്ടുകയാണെങ്കിൽ, അധ്വാനം കൂട്ടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ക്യൂ കൂടും. അപ്പോൾ യു ക്യാൻ സീ എ റിലേഷൻ ബിറ്റ്വീൻ ദ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ദ ഇൻപുട്ട്സ് യൂസ്ഡ്. ഔട്ട്പുട്ട്, ഉൽപ്പന്നവും ഉണ്ടാക്കുന്ന ഉൽപ്പന്നത്തിൻ്റെ അളവും അതിനുവേണ്ടി ഉപയോഗിക്കുന്ന നിവേശങ്ങളുടെ അളവും തമ്മിലൊരു ബന്ധം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ ബന്ധം കാണിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഉൽപാദന ധർമ്മം ഓർ പ്രൊഡക്ഷൻ ഫങ്ഷൻ. അപ്പോൾ നമ്മൾ ഒരു റിലേഷൻ രൂപത്തിൽ നമ്മളിത് ഇക്വേഷനായിട്ട് എഴുതുമ്പോൾ മനസ്സിലാക്കേണ്ടത്, we are assuming that only two inputs are used for producing the required amount of output. നമ്മൾ ഇനിയുള്ള ഡിസ്കഷനിൽ മുഴുവൻ നമ്മൾ ഇവിടെ assume ചെയ്യുന്നത് there are only two inputs. One is capital, മൂലധനം, that is, it shows as K, and other one is labor, that is L. ഇനിയുള്ള നമ്മുടെ മുഴുവൻ ഡിസ്കഷനിലും there are only two inputs. രണ്ട് ഇൻപുട്സ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. One is labor and other one is capital. The labor is denoted by the letter L and the capital is denoted by the letter K, മൂലധനം. അപ്പോൾ അധ്വാനവും മൂലധനവും മാത്രമാണ് ഇൻപുട്ട്. എന്നിട്ട് എന്തു ചെയ്യുന്നു? മാക്സിമം എമൗണ്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് നമ്മൾ ക്യൂ എന്ന ലെറ്ററിലാണ് കാണിക്കുന്നത്. ദ മാക്സിമം എമൗണ്ട് ഓഫ് ക്വാണ്ടിറ്റി ഓർ ഔട്ട്പുട്ട് ഓഫ് ദ ഗുഡ് ഈസ് പ്രൊഡ്യൂസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടു ഇൻപുട്സ്, ലേബർ ആൻഡ് ക്യാപിറ്റൽ. ഇത് നമ്മൾ രേഖപ്പെടുത്തുന്നത്, ഒരു ഇക്വേഷൻ ഫോമിൽ രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: ക്യൂ ഈസ് ഈക്വൽ ടു ഫങ്ഷൻ ഓഫ് എൽ K. This is a production function equation. ഉൽപാദന ധർമ്മത്തെ നമ്മൾ ഒരു സമവാക്യത്തിൻ്റെ രൂപത്തിൽ നോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: Q is equal to function of L K. That means if you increase or decrease the amount of labor or capital, there will be change in the amount of the maximum quantity produced. ഓക്കെ, അപ്പോൾ ഈ പ്രൊഡക്ഷൻ ഫങ്ഷനിലെ സംബന്ധിതമായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, പ്രൊഡക്ഷൻ ഫങ്ഷൻ ഡീൽസ് വിത്ത് ദ എഫിഷ്യൻറ്റ് യൂസ് ഓഫ് റിസോഴ്സസ്. പ്രൊഡക്ഷൻ ഫങ്ഷൻ ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞു കഴിഞ്ഞു. ഉൽപാദന ധർമ്മത്തിൽ നമ്മൾ ഇൻപുട്സ് വളരെ കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ മാക്സിമം ഔട്ട്പുട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നു. ഓക്കെ, ഇനി ഈ പ്രൊഡക്ഷൻ ഫങ്ഷൻ്റെ ഒരു ന്യൂമറിക്കൽ എക്സാമ്പിളും കൂടിയും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രൊഡക്ഷൻ ഫങ്ഷൻ അഥവാ ഉൽപാദന ധർമ്മത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, യു സീ എ ന്യൂമറിക്കൽ example of the production function is shown in this table. ഉൽപാദന ധർമ്മത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ടേബിളാണ്, പട്ടികയാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് പരിശോധിക്കാം. കുറേ നമ്പേഴ്സൊക്കെ നിങ്ങൾ കാണുമ്പോൾ കൺഫ്യൂഷൻ വരും, പക്ഷേ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ പ്രൊഡക്ഷൻ ഫങ്ഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണെന്ന് കൃത്യമായി ബോധ്യമാവും. ഓക്കെ, ഹിയർ firms are using two inputs, labor and capital. The labor is represented by the letter L and capital is represented by letter K. അധ്വാനവും അതുപോലെ തന്നെ മൂലധനവുമാണ് ഈ രണ്ട് ഇൻപുട്സ് ആണ് ഫേം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ലേബർ യൂണിറ്റ്സ് കാണിക്കുന്നത് ഈ കോളത്തിലാണ്. ദിസ് ലെഫ്റ്റ് കോളം 0, 1, 2, 3, 4, 5, 6. This represents the units of labor used for producing output.
ഈ ടോപ്പ് റോയിൽ കാണിക്കുന്ന ആണ് ക്യാപിറ്റൽ, അതായത് മൂലധനത്തിൻ്റെ യൂണിറ്റ്സ്, ഉപയോഗിക്കുന്ന മൂലധനത്തിൻ്റെ അളവാണ് കാണിക്കുന്നത്. 0, 1, 2, 3, 4, 5, 6. ഓക്കെ, അപ്പോൾ ഈ ലേബറും ക്യാപിറ്റലും ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന, പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ടാണ് നമ്മൾ ഈ ടേബിളിൽ മറ്റു സംഖ്യകളായിട്ട് കാണുന്നത്. സി, ഞാനൊന്ന് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. വെൻ 1 unit of labor is used and 2 units of capital is used, അതായത് 1 unit of labor, that is 1L, and 2 capital, that is 2K. ഇപ്പോൾ 1L and 2K, ഈ രണ്ട് ലേബർ, ഒരു യൂണിറ്റ് ലേബറും 2 യൂണിറ്റ് ക്യാപിറ്റലും ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഈസ് 3 units. Okay, this 1 unit of labor and 2 unit of capital gives us 3 units of output. Then again, when 3 unit of labor and 5 unit of capital, that is, here is 5 unit of capital, we get how many units? 46 units. Okay, 3 unit of labor and 5 unit of capital, that is 46 units. നമുക്ക് മറ്റൊരു കോമ്പിനേഷൻസും കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ദാറ്റ് ഈസ് 1 unit of labor and 4 units of capital gives us 10 units. 1 unit of labor and 4 unit of capital, 10 units. Okay, then one more here, 57 units output കിട്ടാൻ എന്ത് ചെയ്യണം? You have to use 4 unit of labor and 6 units of capital. We get 57 units. അപ്പോൾ ഇവിടെ മനസ്സിലാക്കുന്നത് ഒരു നിശ്ചിത ഔട്ട്പുട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ we have to use a combination of labor and capital. For example, to produce 3 units of output, you have to use 1 unit of labor and 2 unit of capital. To produce 10 units of output, use 1 unit of labor and 4 unit of capital. So production function shows the different combinations of labor and capital, or different combinations of inputs to produce a given amount of output. Okay, and here you have to note a very important thing is that the firm is utilizing its resources efficiently, and the firm is producing the maximum quantity of output that the firm can produce. It should be noted here that both the inputs are necessary for producing output. ഔട്ട്പുട്ട് ഉണ്ടാക്കണമെങ്കിൽ 2 ഇൻപുട്സും നിർബന്ധമാണ്. ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 ആയാൽ നമുക്ക് ഔട്ട്പുട്ട് 0 ആയിരിക്കും. സി, when 0 amount of labor and 2 amount of capital, what is the output? 0 amount of labor and 2 amount of capital, output is 0. Above, both the inputs are necessary for producing goods or producing the output. Output ഉണ്ടാക്കുന്നതിന് വേണ്ടി 2 ഇൻപുട്സും നിർബന്ധമാണ്. അത് പ്രധാനമായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഓക്കെ, മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, as we increase the amount of any one input, the output will also increase. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ഇൻപുട്ട് കൂട്ടിയാൽ ഔട്ട്പുട്ടും എന്ത് ചെയ്യും? ഔട്ട്പുട്ടും കൂടും. ഫോർ എക്സാമ്പിൾ, ഇവിടെ ശ്രദ്ധിക്കൂ, when 2
amount of labor and 3 amount of capital is used, 2 and 3. The output is 18. Okay. Let us suppose that there is no change in the amount of labor. ലേബറിൻ്റെ കേസിൽ യാതൊരു തരത്തിലുള്ള മാറ്റവുമില്ല. ലേബർ 2 എണ്ണം തന്നെയാണ്, 2 യൂണിറ്റ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, 2 യൂണിറ്റ്സ് ഓഫ് ലേബർ. ബട്ട് വി ഇൻക്രീസ് ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ 4. 4 യൂണിറ്റ് ക്യാപിറ്റൽ ആയി ഉപയോഗിച്ചു, അതായത് 1 യൂണിറ്റ് ക്യാപിറ്റൽ കൂടുതലായിട്ട്. ആദ്യം 2 ലേബറും 3 ക്യാപിറ്റലും ആകുമ്പോൾ 18 യൂണിറ്റ്സ് ആണ്. നൗ വി increase the amount of capital to 4 and there is no change in the amount of labor used. What about the output? എന്തായിരിക്കും ഔട്ട്പുട്ട് ഉണ്ടാവുക? 2L and 4K. The output is 24. ഔട്ട്പുട്ട് എന്തായിരിക്കും? 24 ആയി കൂടി. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, if you increase any one input, then the output will also increase. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. Both the inputs are necessary for producing output. If any one of the input is 0, then output will be also 0. 2 ഇൻപുട്സും വേണം ഔട്ട്പുട്ട് ഉണ്ടാവാൻ. ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. പിന്നെ മറ്റൊരു കാര്യം, if you increase any one of the input, then output will also increase. ഏതെങ്കിലും ഒരു ഇൻപുട്ട് നമ്മൾ കൂട്ടി മറ്റേ ഇൻപുട്ടിലെ മാറ്റം വരുത്തുന്നില്ല, ഏതെങ്കിലും ഒരു ഇൻപുട്ട് നമ്മൾ കൂട്ടിയാൽ ഔട്ട്പുട്ട് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഈ 2 കാര്യങ്ങൾ കൂടി നിങ്ങൾ ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കണം. ഈ ടേബിൾ കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്ന് ഇപ്പോൾ മനസ്സിലാക്കുന്നു. ഒന്നുകൂടി ഈ ടേബിൾ നിങ്ങൾ അനലൈസ് ചെയ്യുക, മനസ്സിലാക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ 2 types of production function ഉണ്ട്. One is a short run production function and another one is long run production function. We will discuss about the short run and long run production function in the next class. Okay, till then, goodbye, thank you.